കേരള സംസ്ഥാന ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷന്റെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ടോ? അതിന്റെ വിശദാംശങ്ങൾ നൽകാൻ കഴിയുമോ? യെസ് മിനിസ്റ്റർ. സർ, കേരള സംസ്ഥാന ന്യൂനപക്ഷ വികസന കോർപ്പറേഷന്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും സുതാര്യമായ രീതിയിലാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്നത്. ഇന്ന് ഈ ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ ലാഭത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഏകദേശം 5 കോടി രൂപ ലാഭത്തിൽ പ്രവർത്തിക്കുന്നതാണ് ഏറ്റവും പുതിയ ഓഡിറ്റിംഗ് റിപ്പോർട്ട് പ്രകാരം നമുക്ക് അറിയാൻ കഴിഞ്ഞത്. സർ, കേരളത്തിലെ ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ ശാഖകൾ എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും സ്ഥാപിക്കുന്ന കാര്യം സർക്കാരിൻ്റെ പരിഗണനയിലാണ്. അതിൻ്റെ ആദ്യഘട്ടമായി കോട്ടയത്തും ആലപ്പുഴയിലും പുതിയ റീജിയണൽ ഓഫീസുകൾ സജ്ജമായി കഴിഞ്ഞിട്ടുണ്ട്. സർ, ആയതിൻ്റെ ഉദ്ഘാടന ചടങ്ങുകൾ ഫെബ്രുവരിയിൽ നടക്കുകയാണ്. ഇതിലേക്കായി സ്റ്റാഫുകളുടെ റിക്രൂട്ട്മെൻറ്റ് ഓഫീസിൽ ആവശ്യമായുള്ള സജ്ജീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ മാസാവസാനം തന്നെ ശാഖകളുടെ പ്രവർത്തനം ആരംഭിക്കും. കോർപ്പറേഷൻ്റെ വിവിധ സ്കീമുകൾ കൂടുതൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് എത്തിക്കാൻ ഇത്തരം നടപടിയിലൂടെ സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. കൂടാതെ ലാപ്ടോപ്പ് വായ്പ, വിധവകൾക്കുള്ള സ്വയം തൊഴിൽ വായ്പ എന്നിവ പുതുതായി കോർപ്പറേഷൻ ആരംഭിക്കുന്ന സ്കീമുകളാണ്. മാത്രവുമല്ല, തിരിച്ചടവ് മുടങ്ങിക്കിടക്കുന്ന ലോണുകൾക്ക് പ്രത്യേകം ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി, അദാലത്ത് എന്നിവയും നടത്തിവരുന്നു. കോർപ്പറേഷൻ്റെ അംഗീകൃത ഓഹരി മൂലധനം 50 കോടി രൂപയായിരുന്നത് 100 കോടി രൂപയായി സർക്കാർ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 2016 മുതൽ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട 4924 ഗുണഭോക്താക്കൾക്ക് വായ്പ അനുവദിക്കാൻ സാധിച്ചിട്ടുണ്ട്. സർ, ഈ സാമ്പത്തിക വർഷം ഏകദേശം 2 കോടി രൂപയിലധികം പുതിയ കിട്ടാക്കടങ്ങൾ പിരിച്ചെടുക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്.